നെക്സ്റ്റ് റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവറാണ്. റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവറാണ്. അപ്പോൾ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവലാണ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത എനർജി എന്ന് പറയുന്നത് ഏതാണ്? ഫോസിൽ ഫ്യൂവലാണ്. അതിന് എക്സാമ്പിളാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ ആണെങ്കിൽ നോൺ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവലാണ്. അതിന് എക്സാമ്പിളാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്തത് സിയിൽ നിന്നും ഉണ്ടാക്കുന്ന എനർജിയാണ് നമ്മൾ ജിയോടെർമൽ എനർജി എന്ന് പറയുന്നത്. ജിയോടെർമൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം യൂട്ടിലൈസ്ഡ് ഓഫ് സിയിൽ നിന്നും ഉണ്ടാക്കുന്നതിനെയാണ്. നെക്സ്റ്റ് സോളാർ എനർജി നമുക്ക് ഭൂമിയിലേക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? റേഡിയേഷൻ വഴിയാണ്. അതെന്താണ്? പോപ്പുലേഷൻ അല്ല, ദാറ്റ്സ് നോട്ട് പോപ്പുലേഷൻ. പൊല്യൂട്ടഡ് അല്ല എന്നിട്ട് സോളാർ എനർജി എന്ന് പറയുന്നത്. ഇനി ടോറിയം എന്ന് പറയുന്നത് ഒരു റേഡിയോക്റ്റീവ് മെറ്റലാണ്. ടോറിയം എന്ന് പറയുന്നത് ഒരു റേഡിയോക്റ്റീവ് മെറ്റലാണ്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ടോറിയം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ മിസ്ക, ഷുഗർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അതും ഇന്ത്യയിൽ തന്നെയാണ്. നെക്സ്റ്റ് കോയിലാണ്. കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ക്വാളിറ്റി ഹാർഡ് കോയിൽ കാണുന്നത് എവിടെയാണ്? അന്റാർട്ടിക്സ് എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ക്വാളിറ്റി കോയിലിന് പറയുന്ന പേരാണ് അന്റാർട്ടിക്സ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് ക്വാളിറ്റി ഇതിന് പറയുന്ന പേരാണ് അന്റാർട്ടിക്സ് എന്ന് പറയുന്നത്. 50% കോയിൽ ട്രേഡ് നടത്തുന്നത് USA, റഷ്യ, ചൈനയാണ്. 80% കോയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? 50% കൂടുതൽ എവിടെയൊക്കെയാണ്? USA, റഷ്യ ആൻഡ് ചൈന ആണ്. കോയിൽ ഫൗണ്ട് ചെയ്യുന്നത് എന്താണ്? സെന്റിമെട്രി റോക്സിലാണ്. കോയിൽ ഫൗണ്ട് ചെയ്യുന്നത് ഏത് കല്ലിലാണ്? സെന്റിമെട്രി റോക്സ് ആണ്. ഈ സെന്റിമെട്രി റോക്സിൽ കാണപ്പെടുന്നതാണ് പെട്രോളിയം. ഫൗണ്ട് ചെയ്യുന്നത് ഏത് കല്ലിലാണ്? സെന്റിമെട്രി റോക്സിലെ തന്നെയാണ്. ഇനി യുറേറിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കസ്കസ്ഥാനിലാണ്. യുറേറിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കസ്കസ്ഥാനിലാണ്. ഇനി ഓറിനെ പറ്റിയാണ് പറയുന്നത്. അലുമിനിയത്തിന്റെ ഓറാണ് കൊറോഡിയം ആൻഡ് ക്രിലൈറ്റ്. കൊറോഡിയം ആൻഡ് സെഡ്രൈറ്റ്. ഈ അലുമിനിയത്തിനെ വേർതിരിപ്പിക്കുന്നത് ഏതിനാണ്? ക്രിയോളറ്റിക് നിന്നാണ് അലുമിനിയം എന്ന് പറഞ്ഞ സാധനം വേർതിരിച്ചിട്ടുള്ളത്. ഇനി അയൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കമ്പോണന്റ് അല്ല, നോട്ട് എ കമ്പോണന്റ്. അയൻ എന്ന് പറയുന്നത് ഒരു കമ്പോണന്റ് അല്ല. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് സൈഡാറിറ്റ് ആണ്. അതിൻ്റെ ഏതാണ്? സൈഡാറിറ്റ് ആണ്. അടുത്തത് കിനാബർ എന്ന് പറയുന്നത് HE മെർക്കുറിയുടെയാണ്. കിനാബർ എന്താണ്? HB മെർക്കുറിയുടെയാണ്. മെറ്റൽ ഓർ നെയിം ഗാലൻ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ലീഡിൻ്റെയാണ്. ലീഡിൻ്റെ ഓറാണ് എന്തെന്ന് പറയുന്നത്? ഗാലൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് മാഗ്നീഷ്യത്തിൻ്റെ ഏതാണ്? പിറോളിസ്റ്റിക്. മാഗ്നീഷ്യത്തിൻ്റെ ഏതാണ്? പിറോളിസ്റ്റിക് ആണ്. മാഗ്നീഷ്യത്തിൻ്റെ പിറോളിസ്റ്റിക്. ഇനി സോൾട്ട് കോൺസെൻട്രേഷൻ മെഷറഡ് സിയിൽ സോൾട്ട് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത് എത്ര വെച്ചിട്ടാണ്? എത്ര ഡിഗ്രി വരുന്നത്? എത്ര പെർസെൻറ്റേജ് ആണ്? 30 to 35 ആണ്. ലാൻഡ് സി ആകുമ്പോൾ 5%. ഏതാണ്? സോൾട്ട് കോൺസെൻട്രേഷൻ മെഷറഡ് സി 30-35%. ലാൻഡിലാകുമ്പോൾ 50%.